ഹായ്, DPD ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സേഫ്റ്റി ടിപ്സുമായി ഇന്ന് പുതിയ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരീരത്തിന് ഹാനികരമായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കോമ്പിനേഷൻ, പ്രത്യേകിച്ച് സിംഗിൾ ആകുമ്പോഴല്ല, കോമ്പിനേഷനുകളും അതുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന വിഷങ്ങളും ടോക്സിനും അതുമായ ഡേഞ്ചറുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചില ഭക്ഷണങ്ങൾക്ക് ഒറ്റയ്ക്ക് സുരക്ഷിതമാണ്, പക്ഷേ മറ്റ് കൂട്ടുകെട്ട്, പ്രത്യേകിച്ച് പഴകിയ അവസ്ഥ, തെറ്റായ സംഭരണം അല്ലെങ്കിൽ തെറ്റായ പാചകം കാരണം നമ്മുടെ ശരീരത്തിന് അപകടം സംഭവിക്കൽ സാധ്യതയുണ്ട്. ശരിയായ കോമ്പിനേഷൻ അല്ലാത്ത ഭക്ഷണ പെയർ, ജോഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭക്ഷണങ്ങളും ചേർത്താൽ ഉടൻ വിഷമാകും എന്നല്ല. പക്ഷെ ചില കൂട്ടുകൾ ചിലർക്ക് വയറിളക്കം, ഛർദി, അലർജി, ദഹനക്കുറവ്, അസിഡിറ്റി, മറ്റ് ഫുഡ് പോയ്സണിങ് എന്നിവ ഒരുപക്ഷെ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പാല്, തൈര്, മീൻ, മാംസം, മുട്ട, സീ ഫുഡ്, ക്രീം, മയോണൈസ് പോലുള്ള ഭക്ഷണങ്ങൾ ഫ്രഷ് അല്ലെങ്കിൽ ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണ കൂട്ടുകെട്ടുകൾ ഏതൊക്കെ, ഹാനികരമായ കൂട്ടുകെട്ടുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് പാല് അല്ലെങ്കിൽ തൈര്, അതിനോട് കൂടെ തന്നെ പഴകിയ പഴങ്ങൾ. പാല്, തൈര് എന്നിവ പഴകിയ പഴങ്ങൾ പഴുത്തു തുടങ്ങിയതാണെങ്കിൽ ഈ കൂട്ടുകെട്ട് വയറിളക്കം, വൊമിറ്റിംഗ്, ഛർദി എന്നിവയ്ക്ക് കാരണമാകുന്നത്. രണ്ടാമത്തൊരു കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ടത് സീ ഫുഡും, നമ്മൾ കടൽ മത്സ്യങ്ങളും പഴകിയ ഭക്ഷണം, പ്രത്യേകിച്ച് മീൻ, ചെമ്മീൻ, ഞണ്ട് എന്നിവ ഫ്രഷ് അല്ലെങ്കിൽ അതിൽ ഹിസ്റ്റമിൻ ടോക്സിൻ എന്നൊരു ടോക്സിൻ രൂപപ്പെടും. ഇത് കഴിച്ചാൽ മുഖം ചുവക്കും, ഇച്ചിങ് ഉണ്ടാവും, ശരീരത്തിലൊരു കുത്തലുണ്ടാവും, തലവേദന, ഛർദി, വയറിളക്കം എന്നിവ ചില ആളുകൾ കണ്ടുവരാൻ സാധ്യതയുണ്ട്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് അരവെന്ത മുട്ട, അതായത് ഹാഫ് കുക്കിംഗ് എഗ്ഗ്, അതിലൂടെ മയോണൈസ് അല്ലെങ്കിൽ ക്രീം ഐറ്റംസ് ഡേഞ്ചറാണ്. മുട്ട ശരിയായി വേവിക്കാതെ മയോണൈസ് നീണ്ട സമയം പുറത്തു വെച്ചാലോ സാൽമണല്ല ബാക്ടീരിയ വെള്ളം, ഇത് ഫുഡ് പോയ്സണിങ്ങിന് ഒരു കാരണമാണ്. നാലാമത്തെ ജോഡി ശ്രദ്ധിക്കേണ്ടത് പഴകിയ ചോറും അതിനോട് പുതിയ കറിയും. കാരണം പഴകിയ ചോറിൽ ബാസിലസ് സെറസ് ടോക്സിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും ചൂടാക്കിയാലും ചിലപ്പോൾ പൂർണ്ണമായി നശിക്കണമെന്നില്ല. അതിനാൽ പഴകിയ ചോറ് പുതിയ ഭക്ഷണത്തിൽ കൂട്ടുന്നത് കഴിവതും പരമാവധി ഒഴിവാക്കുക. അഞ്ചാമത്തെ ജോഡി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ചമാംസം കുക്ക് ചെയ്ത ഫുഡുണ്ട്, അതായത് വേവിക്കാത്ത പച്ചമാംസവും കുക്കുഫുഡും ഒരേ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ പച്ചമീൻ കുറിച്ച കത്തി, കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് തന്നെ സാലഡ് അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ് കൈകാര്യം ചെയ്യുന്നത് വളരെ അപകടകരമാണ്. ഇത് ക്രോസ് കണ്ടാമിനേഷൻ നടക്കും. ഒന്നിലുള്ള വിഷം മറ്റുള്ളവർ കൂടിച്ചേരും. മറ്റൊരു കൂട്ടുകെട്ടാണ്, ജോഡിയാണ് പഴകിയ നിലക്കടയും തേങ്ങ, ധാന്യങ്ങൾ മുതലായ. ഈർപ്പം പിടിച്ച് പൂപ്പൽ പിടിച്ചാലോ പീനട്ട്, കോക്കനട്ട്, നമ്മൾ ഐസ്, ഗോതമ്പ്, സ്പൈസസ് എന്നിവ ഒരു പ്രത്യേക ടോക്സിൻ, അപ്റ്റാടോക്സിൻ എന്ന ടോക്സിൻ ഉണ്ടാക്കാം. ഇത് ലിവറിന് വളരെ അപകടമാണ്. ഇപ്പോൾ ചില പ്രധാന ഫുഡ് ടോക്സിനുകൾ എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ
ഹിസ്റ്റാമിൻ ടോക്സിൻ അത് വളരെ ഡേഞ്ചറാണ്. പിന്നെ അപ്റ്റാടോക്സിൻ, ഫംഗസ് പിടിച്ച ഈ ഗ്രൗണ്ട് നട്ട്, നമ്മളെ നിലക്കടല, കോക്കനട്ട് എന്നിവയിൽ ഈ ടോക്സിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് ബോട്ടുലിമിൻ ടോക്സിൻ, തെറ്റായി ക്യാൻ ചെയ്ത ഭക്ഷണത്തിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ടോക്സിനാണ് ബാസിലസ് സിറസ് ടോക്സിൻ, പഴകിയ ചോറ്, നൂഡിൽസ്, സ്റ്റാർച്ച് ഫുഡുകളിൽ ഇതേ സാധ്യത കണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അൺസേഫ് ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വയറുവേദന, ഛർദി, വയറിളക്കം, പനി, തലകറക്കം, ഇച്ചിങ്, അതായത് ശരീരത്തിൽ ഒരു കുത്ത്, മുഖം ചുവക്കൽ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് ശ്വാസകോശം തടസ്സം എന്നിവയുണ്ടെങ്കിൽ അത് ഫുഡ് റിയാക്ഷനിൻ്റെ കാരണമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. കുട്ടികൾ, പ്രായമുള്ളവർ, ഗർഭിണികൾ, ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ കൂടുതൽ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഠിനമായ വൊമിറ്റിങ്, ബ്ലഡ് സ്റ്റൂൾ, അതായത് നമ്മൾ മലത്തിലുള്ള ബ്ലഡ്, ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ജലാംശം ഇല്ലായ്മ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫ്രഷ് ഫുഡ് മാത്രം ഉപയോഗിക്കുക. പഴകിയ ഭക്ഷണം പുതിയ ഭക്ഷണമായി മിക്സ് ചെയ്യരുത്. റോ ഫുഡും കുക്ക്ഡ് ഫുഡും വേർതിരിച്ച് വെക്കുക. മീൻ, മാംസം, മുട്ട പൂർണ്ണമായി വേവിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഭക്ഷണം പുറത്ത് നീണ്ട സമയം വെക്കരുത്. പൂപ്പൽ പിടിച്ച ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. സംശയമുള്ള ഭക്ഷണം ടേസ്റ്റ് ചെയ്യാതെ ഒഴിവാക്കുക. ടേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഭക്ഷണം ശരിയായ രീതിയിൽ കഴിച്ചാൽ ആരോഗ്യത്തിന് തെറ്റായ ഒരുപാട് ഫാൾട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സേഫ്റ്റി മെസ്സേജാണ് നമ്മൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യക്കാർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ സേഫ്റ്റി ടിപ്സുമായി അടുത്ത് തന്നെ കടന്നു വരാം. താങ്ക്സ് ഓൾ.